അമിതമായിട്ടുള്ള വായുനാറ്റം അല്ലെങ്കിൽ ബാഡ് ബ്രീത്ത് എന്ന് പറയുന്ന അവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പലപ്പോഴും ഒരു ഫംഗ്ഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് മടിയുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പേര് കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോകാനോ ക്ലാസ്സിലേക്കോ കോളേജിലോ ഒക്കെ പോകാനോ സുഹൃത്ത് വലയങ്ങളിലേക്ക് പോകാനോ ഒക്കെ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ വിമുഖത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡെന്റൽ ഹൈജീനിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പലപ്പോഴും നമുക്കുണ്ടാവുന്ന ദന്തരോഗങ്ങളും മോണരോഗങ്ങളും നാവിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കോട്ടിങ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ മോണയുടെ ഭാഗത്തായിട്ടും ചെറിയ ചെറിയ അൾസർ പോലെയൊക്കെ വരുന്നതും ഒക്കെ പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ വായുനാറ്റം ഉണ്ടാകാനും ബാക്ടീരിയൽ ഗ്രോത്ത് നമ്മുടെ പല്ലിലും വായുടെ അകത്തും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ദിവസവും 2 നേരം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് പല്ല് തേക്കുക എന്നൊരു കാര്യം നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇടയ്ക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ടോയിൻ ഉപയോഗിച്ച് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് മോണയിൽ നമ്മൾ കുത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുറിവുണ്ടായിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് വരാനും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം കൂടാനുമാണ് സാധ്യത. അതുപോലെ തന്നെ ടങ് ക്ലീനർ ഉപയോഗിച്ച് എല്ലാ ദിവസവും നാക്ക് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള കോട്ടിങ് പോലെ എന്തെങ്കിലും നാവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വായുനാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത്, നമ്മൾ പലപ്പോഴും പച്ചക്കറി കടകളിൽ നിന്ന് വാങ്ങുന്ന പുതിനയില നമ്മളെടുത്ത് അത്യാവശ്യം, അതായത് ഒരു ചെറിയ അളവിലെടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കുക. അതായത് ഇത് പിഴിഞ്ഞെടുക്കണ്ട, ചതച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുക. ഇതിന് അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇത് ഒന്ന് ചെറുതായി വറ്റി വരുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ച് വായിൽ കവിൾ കൊള്ളുക. കവിൾ കൊള്ളുമ്പോൾ ഇങ്ങനെ വായുടെ അകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഈ 1 ഗ്ലാസ് അല്ലെ 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഈ ബാഡ് ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ഒരു മൗത്ത് വാഷ് കൂടി നമ്മൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ വായുനാറ്റം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുകൂടി പറയുകയാണ്.